കവിത എഴുതുക, ക്യാമറയും കൊണ്ടുപോയിട്ട് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തുക, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടിക്ക് കത്തെഴുതുക. ഇതൊക്കെയാണ് ഈ കഥാനായികയുടെ ഒരു ആനന്ദം. പറഞ്ഞു വരുന്നത് ആരണ്യകം എന്ന് പറഞ്ഞ സിനിമയിലെ കഥാനായികയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവളുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവളൊരു സ്വാതന്ത്ര്യം തേടുന്നുണ്ട്. അവൾക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം, പ്രകൃതിയോടൊത്ത് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു രംഗത്ത് വെച്ചാണ് ഹരിഹരൻ ഇങ്ങനെ ഒരു പാട്ട് സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ONV സാറിനോട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. ONV സാർ തൻ്റെ അക്ഷരങ്ങൾ കൊണ്ട്, തൻ്റെ സർഗ്ഗസൃഷ്ടി കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ആരണ്യകം തീർക്കുകയാണ് ഈ പാട്ടിലൂടെ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിൽ നിന്ന് ഒളിച്ചു വെച്ചില്ലേ എന്നുള്ള സുന്ദരമായിട്ടുള്ള പാട്ട്. രഘുനാഥ് സേത്ത് എന്ന സംഗീത സംവിധായകനാണ് ഈണം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഈണത്തിന് ഒരു പ്രത്യേകതയാണ്. വേറെ നമ്മൾ പരിചിതമല്ലാത്ത ഒരു വഴികളിലൂടെ ഇതിൻ്റെ ഈണം സഞ്ചരിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും രഘുനാഥ് സേത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഈ പാട്ടിലുണ്ട്. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലും ഒരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. ആരണ്യകത്തിലെ ഒളിച്ചിരിക്കാൻ എന്ന പാട്ട് ONV സാറിൻ്റെ രചന, ചിത്രചേച്ചി പാടി. ശരിക്കും ബോംബെ രവി ഹരിഹരൻ സാർ അവതരിപ്പിച്ചു. അതിനുശേഷം നമുക്ക് കിട്ടിയ ഹരിഹരൻ സാർ തന്നെ അവതരിപ്പിച്ച മറ്റൊരു ഉത്തരേന്ത്യൻ കലാകാരനാണ് രഘുനാഥ് സേത്ത്. അദ്ദേഹമാണ് ഇതിൻ്റെ സംഗീതം. വളരെ ഹിറ്റായി, വളരെ പോപ്പുലറായി ഈ പാട്ട്. ഈ പാട്ടിൽ ശരിക്കും നിറഞ്ഞു നിൽക്കുന്നത് കാട് എന്നുള്ള ഒരു പ്രമേയമാണ്. വരികളിലാണെങ്കിലും ഉണ്ട്. അതുപോലെ മ്യൂസിക്കൽ വൈസും ശരിക്കും ആ കാടിൻ്റെ കുയിലിൻ്റെ കരച്ചിൽ, അങ്ങനെ പല രംഗങ്ങളുണ്ട് ആ പാട്ടിൽ. അതിൽ ഫ്ലൂട്ട് ബിറ്റ്സ് എല്ലാം രഘുനാഥ് സേത്ത് സാർ തന്നെയാണ് വായിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം സാർ ഒരു വിദഗ്ധനായൊരു പുല്ലാങ്കുഴൽ വാദകൻ കൂടിയാണെന്ന്. ആ സമയത്ത് ഇറങ്ങിയ ആ ചിത്രങ്ങളിലെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയായിരുന്നു ആരണ്യകത്തിലെ. മനോഹരമായ മെലഡി ആൻഡ് ഈവൻ ഓർക്കസ്ട്രൈസേഷനിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ആരണ്യകത്തിലെ വളരെ ബ്യൂട്ടിഫുള്ളായ ഗാനത്തിൽ അഗെയിൻ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്നുള്ള അഗെയിൻ ആ ക്യാരക്ടേഴ്സിൻ്റെ റൊമാൻസ് തുടങ്ങുന്ന സമയത്തുള്ള സോങ്ങാണത്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ തന്നെ പൊങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, ഉളിർ പകർന്നു പോകുവതാരോ, തെന്നലോ തേൻതുമ്പിയോ പൊന്നരയാലിൽ നിറഞ്ഞ
കൊതിച്ചു പാടിയ കിന്നര കുമാരനോ കന്നി പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ. ആ സിനിമ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതാണ്, വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ കുറിച്ച്, നെക്സലിസം പോലത്തെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു 17 വയസ്സൊക്കെയുള്ള ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടിട്ടാണ് ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പം അതൊന്നും നമുക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല, പിന്നെ പിന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് പിന്നെ കാണുമ്പോഴൊക്കെയാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആ സിനിമേനെ കുറിച്ച് ഉണ്ടാവുക. അതിൽ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സിനിമയുടെ പേര് പറയണമാതിരി തന്നെ ഒരു കാടിൻ്റെ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക ഡീപ്പ് ഫോറസ്റ്റ് എന്നുള്ള സ്ഥലത്ത് നിന്ന് മാറിയിട്ട് നമ്മൾക്ക് എന്താ പറയുക പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്ന കാടിൻ്റെ ഒരു ആ ഒരു ഭാഗമാണ് സത്യത്തിൽ അതിൻ്റെ വരികൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ONV സാറാണ് അതിൻ്റെ വരികൾ. കാറ്റ് തലോടിയ പോലെ നൂറാതിരതൻ കുളിരാടിയ പോലെ താഴമ്പുക്കാറ്റ് തലോടിയ പോലെ നൂറാതിരതൻ കുളിരാടിയ പോലെ കുന്നത്തെ വിളക്കു തെളിക്കും കയ്യാ കുഞ്ഞിപ്പൂവിൻ അഞ്ജനത്തിൽ ചാന്ത് തൊട്ടതുപോലെ ചാന്ത് തൊട്ടതുപോലെ കന്നി പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തേൻ തുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ.